ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഇടിയപ്പപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഇടിയപ്പപ്പൊടി നമ്മൾ എടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഞാൻ നെയ്യിൽ മൂപ്പിച്ചെടുത്താണ്, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏതെങ്കിലും ചെറുപഴം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിലും പാളയംകോടൻ പഴം അല്ലാന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ ഏതെങ്കിലും പഴം ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം ഒന്ന് മിക്സിയിൽ വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിടാം. പിന്നെ ഇതിൽ സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കിട്ടും. സോഡാപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഞാൻ ഉരുക്കിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ശർക്കര പാനി ഞാൻ അരിപ്പയിൽ വേണ്ടത് നമുക്കിതിന് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമുള്ള മധുരം കൂട്ടിയിട്ട് കുറച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മൈദാപ്പൊടി ഇട്ടിട്ടുണ്ട് 1.5 സ്പൂണ്. ഇനി റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്. ഉപ്പ് ആവശ്യത്തിന്. സോഡാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കാം. നമുക്കത് കട്ടിയായ ഒരു മാവ് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ശർക്കരപ്പാനി ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മധുരം കറക്റ്റായി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ശർക്കരപ്പാനി ഞാൻ വളരെ കുറച്ച് വെള്ളത്തിൽ ചെയ്തുകൊണ്ട് നമുക്ക് ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി നമ്മൾ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് മാവ് ആക്കിയെടുക്കാം. അത് കണ്ടോ, വെള്ളം ഒഴിച്ച് തന്നെ ചെയ്തേക്കണം. കാരണം നമ്മൾ ശർക്കരപ്പാനി കുറച്ച് ടൈറ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ജീരകപ്പൊടി, എള്ള് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ ഏലക്കപ്പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നെയ്യും വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഒരു മണം കിട്ടും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നിർബന്ധമില്ല. നെയ്യ് തന്നെയാണെങ്കിൽ ധാരാളമാണ്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് 1/4 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ ഉണ്ടാകും. അതിങ്ങനെ വീർത്ത് വരും. ഇത്തിരി ഇട്ട് കൊടുത്താൽ നന്നായി വീർത്ത് വരും. അപ്പം നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും കേക്കിനൊക്കെ എല്ലായ്പ്പോഴും ഇടുന്നതുകൊണ്ട് നമ്മൾക്ക് ഇടുന്നില്ല. വേണമെന്ന് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇടാൻ നിൽക്കണ്ട. അപ്പോൾ അതേ ഇനിയിപ്പോൾ ആണ സമയത്ത് അപ്പുറം ഇപ്പുറം തിരിച്ചിടുക. കണ്ടോ, തിരിച്ചിട്ട് നമ്മളൊരു സ്ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കണം കേട്ടോ. ഒരു സ്ലോ ഫ്ലെയിമിൽ ഇടാനും കരിഞ്ഞു പോവും, ഉള്ളു വേവില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടുക, വീണ്ടും മറിച്ചിടുക. കണ്ടോ, അതെ കളർ ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരു സൈഡ് അപ്പുറം ഇങ്ങനെ ഇപ്പുറം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റിയാണ്. വീണ്ടും ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇടിയപ്പപ്പൊടി ഇട്ടുകൊണ്ട് വളരെ ഫാസ്റ്റ് തരാം. നമുക്ക് പച്ചരി ആണെങ്കിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഴം ചേർക്കണം നിർബന്ധമില്ല. അതിന് പകരം സോഡാപ്പൊടി ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു കേട്ടോ. പഴമാണെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കൊന്നും വേണം, കൈ കൊണ്ട് കുഴച്ചിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. കണ്ടോ, കൈ ഉള്ളി പോകണുണ്ടോ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഉണ്ണിയപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഇടിയപ്പപ്പൊടി വെച്ചിട്ട്. നമുക്ക് എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ദേ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ്. ദേ കണ്ടോ, ഉള്ളൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.